അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം 3-ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ 1-ാമത്തെ പാഠം നാം ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ പറയുന്നത് അദ്ദർസു സാനി, ലിസാനുൽ ഖുർആനിലെ 2-ാമത്തെ പാഠമാണ്. ലിസാനുൽ ഖുർആൻ വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് പറയുന്ന ഓരോ വിഷയങ്ങളും വളരെ ശ്രദ്ധയോടെ കുട്ടികൾ മനസ്സിലാക്കണമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. 1-ാമത്തെ പാഠത്തിൽ നമ്മൾ കുറേ വേർഡുകൾ പരിചയപ്പെട്ടു. അതിൻ്റെ അർത്ഥങ്ങളൊക്കെ നാം പഠിച്ചു. അന, അൻത, അൻതി, ഹാദ, ഹാദിഹി, ഫി, അല, ദാലിക, തിൽക, മ, മൻ, ഐന, അബി, കലമി, ഇതെല്ലാം അർത്ഥസഹിതം നമ്മൾ പറയുകയും ഉദാഹരണങ്ങളിൽ ധാരാളമായി കൊണ്ടുവരികയും ഒക്കെ ചെയ്തു. അതുപോലെ 1 മുതൽ വാഹിദ് മുതൽ 10 വരെ 10 വരെ എണ്ണാൻ അറബിയിൽ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പറയുന്നത് 2-ാമത്തെ പാഠത്തിൽ നമ്മൾ പറയുന്നത് മുളാരി ആയ ഫിഅലിനെ കുറിച്ചാണ്. മുളാരി ആയ ഫിഅലിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് മുളാരി ആയ ഫിഅലിന്റെ രൂപമുണ്ടാവുക? അതെല്ലാം ഉദാഹരണ സഹിതം ഇവിടെ നമുക്ക് മനസ്സിലാകും. മുളാരി ആയ ഫിഅല് എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ 3 സമയങ്ങളാണ് കടന്നു പോവാനുള്ളത്. ഒന്ന് കഴിഞ്ഞു പോയത്, ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, മറ്റൊന്ന് വരാനുള്ളത്. ഇംഗ്ലീഷിൽ നമ്മൾ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ അറബിയിൽ നാം പറയുന്നത് മാലി, മുളാരി, അതുപോലെ മുസ്തഖബിൽ. ഇതാണ് 3 കാലങ്ങൾ നമ്മൾ അറബിയിൽ പറയുന്നത്. ഈ പാഠത്തിൽ നമ്മൾ പറയുന്നത് ഫിഅലു മുളാരി, മുളാരി ആയ ഫിഅലിനെ കുറിച്ചാണ്. എന്താണ് ഫിഅലു മുളാരി എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതോ ഇനി നടക്കാനുള്ളതോ ആയ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഫിഅലുകൾ, വെർബുകൾക്കാണ് എന്ത് പറയുക, പ്രവർത്തനങ്ങൾക്കാണ് മുളാരി ആയ ഫിഅല് എന്ന് പറയുക. ഈ മുളാരി ആയ ഫിഅലിന്റെ ഉദാഹരണങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പാഠമാണ് നമ്മുടെ 2-ാമത്തെ പാഠം എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അതിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഈ പാഠം പറയുന്ന സമയത്ത് വിശദീകരിക്കാം. ഇലൽ മസ്ജിദി, ഇലൽ മസ്ജിദി, നമ്മുടെ പാഠത്തിന്റെ ഹെഡിങ് ഇലൽ മസ്ജിദി എന്നുള്ളതാണ്. നല്ല മനോഹരമായ ഒരു ചിത്രം നമുക്ക് ഈ പാഠത്തിൽ കാണാനുണ്ട്. നല്ല ഒരു പള്ളി, അതുപോലെ ഒരു ബാപ്പയും മോനും പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്ന നല്ല മനോഹരമായ ഒരു ചിത്രമാണ് നമുക്ക് ഈ പാഠത്തിൽ കാണാൻ കഴിയുന്നത്. അതിൽ നിന്ന് തന്നെ ആ ഹെഡിങ്ങിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇലൽ മസ്ജിദി എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് എന്നാണ്. ഇല എന്നുള്ളതിന് ലേക്ക്, ടു എന്നുള്ളതിന്റെ അർത്ഥമാണ് നാം നൽകേണ്ടത്. ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക്. ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കാം. യസ്മഉ മാജിദുൻ അൽ അദാന വയദ്ഹബു ഇലൽ മസ്ജിദി മഅ അബീഹി വയതവല്ലഉ വയദ്ഖുലുൽ മസ്ജിദ യുസല്ലി സ്വലാത്ത സുബ്ഹി മഅ അബീഹി ജമാഅത്തൻ വബഅദ സ്വലാത്തി വദ്ദിക്രി വദ്ദുആഇ യർജിഉ മാജിദുൻ ഇലൽ ബൈത്തി മഅ അബീഹി വൽ ഉമ്മു തൻതളിറുഹു ബിശ്ശായ് യജ്ലിസു മാജിദുൻ വയശ്റബു ശ്ശായ വയഖൂലു അൽഹംദുലില്ലാഹ്. ഇതാണ് നമ്മുടെ പാഠം. അപ്പോൾ ഇവിടെ കുറേ വേർഡ്സുകൾ, കുറേ വാക്കുകൾ, യസ്മഉ, യദ്ഹബു, യതവല്ലഉ, യദ്ഖുലു, യുസല്ലി, യർജിഉ, തൻതളിറു, യജ്ലിസു, യശ്റബു, യഖൂലു, ഇങ്ങനെ പല വാക്കുകളും ചുവപ്പ് കളറിൽ പ്രത്യേകമായി നൽകിയിട്ടുണ്ട്. അധികം വാക്കുകളും തുടങ്ങുന്നത് യാ കൊണ്ടാണ്. എന്നാൽ ഇവിടെ ചില വാക്ക് താ കൊണ്ട് തുടങ്ങുന്നുണ്ട്. ഇതെല്ലാം മുളാരി ആയ ഫിഅലാണ്. ഒറ്റ നോട്ടത്തിൽ, ഒറ്റ വാക്കിൽ നമ്മൾ മുളാരി ആയ ഫിഅലിനെ പറയുകയാണെങ്കിൽ ഈ വാക്കുകളെല്ലാം മുളാരി ആയ ഫിഅലാണ്. തുടക്കത്തിൽ യാ വരുന്നത് അല്ലെങ്കിൽ തുടക്കത്തിൽ താ കൊണ്ട് തുടങ്ങുന്ന ഇത്തരം ഫിഅലുകളൊക്കെ മുളാരി ആയ ഫിഅലായിരിക്കുമെന്ന്
പൊതുവായി നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ താവ് പറയാനുള്ള കാരണം, ഇവിടെ യാവ് പറയാനുള്ള കാരണം, യാവ് പറയാനുള്ളത് അത് നമ്മൾ നേരത്തെ പറഞ്ഞു, മുദക്കറിനെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ താവ് കൊണ്ട് തുടങ്ങാനുള്ള കാരണം അത് മുഅന്നസിനെ സൂചിപ്പിക്കാനാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ അർത്ഥം പറയുമ്പോൾ ഒന്നുകൂടെ വ്യക്തമായി മനസ്സിലാകും. യസ്മഉ മാജിദുൻ അൽ അദാന. യസ്മഉ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ യസ്മഉ മാജിദുൻ, മാജിദ് കേൾക്കുന്നു, അൽ അദാന ബാങ്ക് കേൾക്കുന്നു, വയദ്ഹബു അവൻ പോകുന്നു, ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്, മഅ അബീഹി അവന്റെ ഉപ്പയുടെ കൂടെ, വയതവല്ലഉ അവൻ വുളു എടുക്കുന്നു, വയദ്ഖുലുൽ മസ്ജിദ പള്ളിയിൽ പ്രവേശിക്കുന്നു, യുസല്ലി അവൻ നിസ്കരിക്കുന്നു, സ്വലാത്ത സുബ്ഹി സുബ്ഹ് നിസ്കാരം നിസ്കരിക്കുന്നു, മഅ അബീഹി അവന്റെ ഉപ്പയുടെ കൂടെ. എങ്ങനെ? ജമാഅത്തൻ ജമാഅത്തായിട്ട്. വ ബഅദ സ്വലാത്തി നിസ്കാരത്തിന് ശേഷം, വ ദിക്രി ദിക്റിനുമൊക്കെ ശേഷം, അതുപോലെ വ ദുആഇ ദുആഇനും ശേഷം. അപ്പൊ നിസ്കാരത്തിനും ദിക്റിനും ദുആക്കുമൊക്കെ ശേഷം, യർജിഉ മാജിദുൻ മാജിദ് മടങ്ങുന്നു, ഇലൽ ബൈത്തി വീട്ടിലേക്ക്, മഅ അബീഹി അവന്റെ ഉപ്പയുടെ കൂടെ. വൽ ഉമ്മു ഉമ്മ തൻതളിറുഹു മാജിദിനെ പ്രതീക്ഷിക്കുന്നു, ബിഷായി ചായ കൊണ്ട്, എന്ന് വെച്ചാൽ ചായ എടുത്തു വെച്ച് ഉമ്മ അവനെ കാത്തിരിക്കുകയാണ്. യജ്ലിസു മാജിദുൻ മാജിദ് ഇരിക്കുന്നു, വയശ്റബു അവൻ കുടിക്കുന്നു, അഷായ ചായ, വയഖൂലു അവൻ പറയുന്നു, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു. ഇതാണ് ഈ പാഠത്തിന്റെ അർത്ഥം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ചുവന്ന കളറിൽ കൊടുത്തിട്ടുള്ള വാക്കുകളാണ്. യസ്മഉ കേൾക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞുപോയ ഒന്നാണെങ്കിൽ, മാളിയായ ഒരു ഫിഅലാണെങ്കിൽ നമ്മൾ സമിഅ എന്ന് പറയുക, കേട്ടു. കഴിഞ്ഞുപോയത് കേട്ടു. പക്ഷെ ഇവിടെ മുളാരി ആയ ഫിഅലിനെ കുറിച്ചാണ് പറയുന്നത്. യസ്മഉ യസ്മഉ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നു. അതുപോലെ യദ്ഹബു പോകുന്നു, യതവല്ലഉ വുളു എടുക്കുന്നു, യദ്ഖുലു പ്രവേശിക്കുന്നു, യുസല്ലി നിസ്കരിക്കുന്നു, യർജിഉ മടങ്ങുന്നു, തൻതളിറു പ്രതീക്ഷിക്കുന്നു, യജ്ലിസു ഇരിക്കുന്നു, യശ്റബു കുടിക്കുന്നു, യഖൂലു പറയുന്നു. ഇതെല്ലാം മുളാരി ആയ ഫിഅലാണ്. അപ്പോൾ ഈ വാക്കുകളൊക്കെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും, എല്ലാം തുടങ്ങുന്നത് യാഉ കൊണ്ടാണ്. അപ്പോൾ യാഉ കൊണ്ട് തുടങ്ങുന്ന ഇത്തരം ഫിഅലുകളെ പൊതുവായി നമുക്ക് മുളാരി ആയ ഫിഅലായിരിക്കും, മുളാരി ആയ ഫിഅലാണ് എന്ന് മനസ്സിലാക്കാം. ഇവിടെ തൻതളിറു എന്ന് പ്രത്യേകം താവ് കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ യാവ് കൊണ്ടോ അല്ലെങ്കിൽ താവ് കൊണ്ടോ ഒക്കെ തുടങ്ങുന്ന ഫിഅലുകൾക്ക് മുളാരി ആയ ഫിഅല് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ താവ് വ്യത്യാസം വരുന്നത് വൽ ഉമ്മു ഉമ്മ തൻതളിറു, ഉമ്മ സ്ത്രീലിംഗമാണല്ലോ, മുഅന്നസ് ആണല്ലോ, അതുകൊണ്ടാണ് തൻതളിറു എന്നുള്ള പ്രയോഗം വന്നത്. മറ്റുള്ളതെല്ലാം മാജിദിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. മാജിദ് പുല്ലിംഗമാണല്ലോ, മുദക്കറാണല്ലോ, അതുകൊണ്ടാണ് ഇവിടെ യാവ് കൊണ്ട് തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ള പ്രത്യേകമായി കാണിച്ചിട്ടുള്ള വാക്കുകൾ വീണ്ടും ഒന്ന് ഇങ്ങോട്ട് മാറ്റി എഴുതിയതാണ്. യസ്മഉ, യദ്ഹബു, യതവല്ലഉ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. യദ്ഖുലു, യുസല്ലി, യഖൂലു, യർജിഉ, യജ്ലിസു, തൻതളിറു, യശ്റബു. ഇനി കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. യദ്ഹബുൽ വലദു ഇലൽ മസ്ജിദി. യദ്ഹബുൽ വലദു കുട്ടി പോകുന്നു, ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്. യതവല്ലഉ ബാസിമുൻ ബാസിമു വുളു എടുക്കുന്നു, മിനൽ ഹൗളി ഹൗളിൽ നിന്ന്. യസ്മഉ സാലിമുൻ സാലിമ് കേൾക്കുന്നു, അൽ അദാന ബാങ്ക് കേൾക്കുന്നു. അപ്പോൾ ഇവിടെയെല്ലാം സബ്ജക്റ്റ് ഫാഇൽ ആരാ? വലത് ആൺകുട്ടിയാണ്, ബാസിമ് ആൺകുട്ടിയാണ്, സാലിം ആൺകുട്ടിയാണ്, ഇതെല്ലാം മുദക്കറാണ്. അതുകൊണ്ട് ഇവിടെ വന്ന ഫിഅലുകൾ അത് യദ്ഹബു, യതവല്ലഉ, യസ്മഉ എല്ലാം തുടങ്ങിയത് യാ കൊണ്ടാണ്. ഇതെല്ലാം മുളാരി ആയ ഫിഅലുകളാണ്. ഇനി ഈ ഭാഗം ശ്രദ്ധിക്കുക. തശ്റബു കുടിക്കുന്നു, ഫാത്തിമ കുടിക്കുന്നു, അഷായ ചായ. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് യശ്റബു ഫാത്തിമ എന്ന് പറഞ്ഞില്ല? ഫാത്തിമ സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് താഇനെ ഉപയോഗിച്ചു, തശ്റബു. അതുപോലെ തുസല്ലി മാജിദ നിസ്കരിക്കുന്നു, സലാത്തുൽ അസ്രി അസ്ർ നിസ്കാരം. ഇവിടെ മാജിദ സ്ത്രീലിംഗമായതുകൊണ്ട് താഉ കൊണ്ട് തുസല്ലി എന്ന് പറഞ്ഞു. ഇനി തൻതളിറുൽ ഉമ്മ പ്രതീക്ഷിക്കുന്നു, കാത്തിരിക്കുന്നു, ഫിൽ ബൈത്തി വീട്ടിൽ. ഇവിടെ ഉമ്മ സ്ത്രീലിംഗമായതുകൊണ്ട് യൻതളിറു എന്ന് പറയാതെ തൻതളിറു എന്ന് പറഞ്ഞു. അപ്പോൾ മുളാരി ആയ ഫിഅലിന്റെ തുടക്കത്തിൽ ഒന്നുകിൽ യാ ഉണ്ടാകും അല്ലെങ്കിൽ താ ഉണ്ടാകും.
താവ് കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ സ്ത്രീലിംഗമാണെന്ന് മനസ്സിലാക്കുക. യാവ് കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ അത് പുല്ലിംഗമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത്, ഇവിടെ കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ചിത്രങ്ങൾക്കനുസരിച്ച് ബ്രാക്കറ്റിലുള്ള യോജിച്ച മുളാരി ആയ ഫെയിലിനെ നാം എഴുതേണ്ടതുണ്ട്. ഡാഷ് മാജിദുൻ ഇലൽ മദ്രസത്തി, മാജിദ് മദ്രസയിലേക്ക്. അപ്പോൾ ഇവിടെ കൊടുത്ത വാക്കുകൾ യതവല്ലഉ, യശ്റബു, യദ്ഖുലു, യദ്ഹബു. യതവല്ലഉ എന്ന് പറഞ്ഞാൽ വുളു എടുക്കുന്നു എന്നാണ്. യശ്റബു കുടിക്കുന്നു, യദ്ഖുലു പ്രവേശിക്കുന്നു, യദ്ഹബു പോകുന്നു. ഇവിടെ നമുക്കറിയാം, ഈ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇത് പോവുകയാണ്. അപ്പോൾ യദ്ഹബു, യദ്ഹബു മാജിദുൻ ഇലൽ മദ്രസത്തി, മാജിദ് മദ്രസയിലേക്ക് പോകുന്നു. ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ലിസാനുൽ ഖുർആനിൽ വരുന്ന ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ നിർബന്ധമായും പഠിക്കണം. കാരണം ഇനി അങ്ങോട്ടുള്ള പല പാഠഭാഗങ്ങളിലും ഇതേ വാക്കുകൾ തന്നെയായിരിക്കും വീണ്ടും വീണ്ടും ആവർത്തിക്കുക. അപ്പോൾ നോട്ട്ബുക്കിൽ നിർബന്ധമായും ഈ വാക്കുകളൊക്കെ എഴുതി നാം പഠിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ഇവിടെ യദ്ഹബു മാജിദുൻ ഇലൽ മദ്രസത്തി. ഇനി രണ്ടാമത്തെ ഒരു ചിത്രം നമുക്ക് കാണാൻ പറ്റും. മാജിദ് ടാപ്പിൽ നിന്ന് വുളൂ എടുക്കുകയാണ്. അപ്പോൾ സുൻബൂർ, സുൻബൂർ എന്ന് പറഞ്ഞാൽ ടാപ്പ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ യതവല്ലഉ, യതവല്ലഉ മാജിദുൻ മിനസ് സുംബൂർ, സുംബൂറിൽ നിന്ന് ടാപ്പിൽ നിന്ന് മാജിദ് വുളൂ എടുക്കുന്നു. മൂന്നാമത്തെ ചിത്രം, മാജിദ് വെള്ളം കുടിക്കുകയാണ്. വെള്ളം കുടിക്കുക എന്നുള്ളതിന് നമ്മൾ നേരത്തെ പറഞ്ഞു യശ്റബു, യശ്റബു മാജിദുൻ അൽ മാഅ, മാജിദ് വെള്ളം കുടിക്കുന്നു. ഇനി അടുത്തത് മാജിദ് പള്ളിയിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുന്ന ചിത്രമാണ്. അപ്പോൾ പ്രവേശിക്കുന്നു എന്നുള്ളതിന്റെ വേർഡ് യദ്ഖുലു, യദ്ഖുലു മാജിദുൻ അൽ മസ്ജിദ, മാജിദ് പള്ളിയിൽ പ്രവേശിക്കുന്നു. ഇനി നുകമ്മിലു ബിൽ മുനാസിബ്, ബ്രാക്കറ്റിൽ മുളാരി ആയ ഫീല് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുദക്കറാണോ മുഅന്നസാണോ എന്നെല്ലാം നോക്കിയിട്ട് യഥാർത്ഥ രൂപം തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയാണ്. ഒന്നാമത്തത് ഡാഷ് അൽ വലദു ഇലൽ മദ്രസത്തി, ഡാഷ് അൽ വലദു ഇലൽ മദ്രസത്തി. അൽ വലദു എന്ന് പറഞ്ഞാൽ ആൺകുട്ടി എന്നാണ് അർത്ഥം. ഇലൽ മദ്രസ, മദ്രസയിലേക്ക്. അപ്പൊ ആൺകുട്ടി മദ്രസയിലേക്ക്. അപ്പോൾ എന്താ വരിക? ബ്രാക്കറ്റിൽ യദ്ഹബു എന്നുമുണ്ട്, തദ്ഹബു എന്നുമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു മുദക്കറിനെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ യാവ് കൊണ്ട് തുടങ്ങുന്നതായിരിക്കും, മുഅന്നസിനെ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ താവ് കൊണ്ടായിരിക്കും തുടങ്ങുക. അപ്പോൾ ഇവിടെ അൽ വലദു എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയല്ലേ, അത് മുദക്കറല്ലേ. അപ്പോൾ യദ്ഹബു, യദ്ഹബുൽ വലദു ഇലൽ മദ്രസത്തി. ഇനി രണ്ടാമത്തത് ഡാഷ് അൽ ബിന്തു മിനൽ ഹൗൽ, പെൺകുട്ടി ഹൗലിൽ നിന്ന്, പെൺകുട്ടി ഹൗലിൽ നിന്ന്. അപ്പോൾ ഇവിടെ യതവല്ലഉ എന്നുമുണ്ട്, തതവല്ലഉ എന്നുമുണ്ട്. രണ്ടിന്റെയും അർത്ഥം വുളു എടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ യതവല്ലഉ നമ്മൾ ഉപയോഗിക്കുക മുദക്കറിനാണ്, തതവല്ലഉ മുഅന്നസിനാണ് ഉപയോഗിക്കുക. ഇവിടെ പെൺകുട്ടി മുഅന്നസാണ്, അതുകൊണ്ട് തതവല്ലഉ. രണ്ടാമത്തത് തതവല്ലഉൽ ബിന്തു മിനൽ ഹൗലി എന്നാണ് എഴുതേണ്ടത്. അടുത്തത് ഡാഷ് ബാസിമുൻ ഇലൽ ബൈത്തി, ബാസിമ് വീട്ടിലേക്ക് മടങ്ങുന്നു എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ യർജിഉ എന്നുമുണ്ട്, തർജിഉ എന്നുമുണ്ട്. യർജിഉ എന്നാണ് കൊടുക്കേണ്ടത്, കാരണം ബാസിമ് മുദക്കറാണ്. യർജിഉ. ഇനി ഡാഷ് അൽ ഉമ്മു അൽ ബൈത, ഉമ്മ വീട്ടിൽ പ്രവേശിക്കുന്നു. യദ്ഖുലു എന്നുമുണ്ട്, തദ്ഖുലു എന്നുമുണ്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ യദ്ഖുലു എന്നുള്ളത് മുദക്കറിനെയാണ് സൂചിപ്പിക്കുന്നത്, തദ്ഖുലു എന്നുള്ളത് മുഅന്നസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഉമ്മ മുഅന്നസാണല്ലോ, സ്ത്രീലിംഗമാണല്ലോ, അതുകൊണ്ട് തദ്ഖുലുൽ ഉമ്മു അൽ ബൈത, ഉമ്മ വീട്ടിൽ പ്രവേശിക്കുന്നു. ഇനി ഇവിടെ താഴെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ഹെഡിങ് അൽ ഫിഉലുൽ മുളാരി, അൽ ഫിഉലുൽ മാളി. മുളാരിയായ ഫീലും മാളിയായ ഫീലും. മുളാരിയായ ഫീൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, പ്രസന്റിലുള്ള ഒരു കാര്യത്തിനെ സൂചിപ്പിക്കുന്നതാണ് മുളാരി ആയ ഫീൽ എന്ന് പറഞ്ഞാൽ. അൽ ഫിഉലുൽ മാളി, മാളിയായ ഫീൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത്. അപ്പോൾ യദ്ഹബു, നമ്മൾ ഈ പാഠത്തിൽ പരിചയപ്പെട്ട മുളാരി ആയ ഫീലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ നേരെ മാളിയായ ഫീലാണ് നേരെ പുറത്തും കൊടുത്തിട്ടുള്ളത്. യദ്ഹബു പോകുന്നു. അപ്പൊ പോകുന്നു എന്നുള്ളതിന്റെ പാസ്റ്റ് എന്താ? പോയി എന്നുള്ളതല്ലേ. അപ്പോൾ ദഹബ. അതുപോലെ തദ്ഹബു, തദ്ഹബു എന്ന് പറഞ്ഞാൽ സ്ത്രീയെ സൂചിപ്പിക്കുന്നതാണ്. യദ്ഹബു എന്ന് പറഞ്ഞാൽ അവൻ ഒരാൾ പോകുന്നു. അപ്പോൾ ദഹബ പോയി. തദ്ഹബു, തദ്ഹബു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ത്രീ പോകുന്നു എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ അതിന്റെ മാളിയായ ഫീല് ദഹബത്, അവൾ പോയി എന്നുള്ള അർത്ഥം. യസ്മഉ കേൾക്കുന്നു, സമിഅ കേട്ടു. തസ്മഉ അവൾ കേൾക്കുന്നു, സമിഅത് അവൾ കേട്ടു. യുസല്ലി അവൻ നിസ്കരിക്കുന്നു, സല്ല നിസ്കരിച്ചു.
അതുപോലെ തുസല്ലി അവൾ നിസ്കരിക്കുന്നു, സല്ലത്ത് അവൾ നിസ്കരിച്ചു, യഖൂലു അവൻ പറയുന്നു, ഖാല അവൻ പറഞ്ഞു. അപ്പോൾ ഈ മുലാരി ഇതെല്ലാം മുലാരി ആയ ഫീലുകളാണ്. അതിനനുസരിച്ചുള്ള അതിന്റെ മാളിയായ ഫീലുകളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നക്തുബു കമാ ഫിൽ മിസാൽ, ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്, അതുപോലെ നമ്മൾ ബാക്കിയുള്ളത് എഴുതാൻ വേണ്ടിയാണ്. അൽ ഇബ്നു യദ്ഹബു, അൽ ഇബ്നു കുട്ടി, യദ്ഹബു പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു രൂപം കൊടുത്തിട്ടുണ്ട്, യദ്ഹബുൽ ഇബ്നു, യദ്ഹബുൽ ഇബ്നു, യദ്ഹബുൽ ഇബ്നു കുട്ടി പോകുന്നു. ഇവിടെ എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അറബിയിൽ സെന്റൻസ് ഉണ്ടാക്കുന്ന ഒരു രൂപം ആദ്യം വരേണ്ടത് ഫിഅലാണ്, പിന്നെയാണ് ഫായിൽ വരേണ്ടത്, പിന്നെയാണ് മഫൂൽ വരേണ്ടത്. ആ രൂപമാണ് അറബിയിൽ ഒരു സെന്റൻസ് ഉണ്ടാക്കുന്നതിന്റെ രൂപം. നമ്മൾ ഇംഗ്ലീഷിൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഇംഗ്ലീഷിൽ ആദ്യം സബ്ജക്റ്റ് ആണ് വരിക, പിന്നെയാണ് വെർബ് വരിക, പിന്നെയാണ് ഒബ്ജക്റ്റ് വരിക. പക്ഷെ അറബിയിൽ ആദ്യം വരേണ്ടത് വെർബാണ്, പിന്നെയാണ് സബ്ജക്റ്റ് വരിക, പിന്നെയാണ് ഒബ്ജക്റ്റ് വരിക. എന്ന് വെച്ചാൽ യദ്ഹബു എന്ന് പറയുമ്പോൾ ഫിഅല്, ഇബ്നു എന്ന് പറയുമ്പോൾ ഫായില്, പിന്നെ അടുത്തത് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതാണ് മഫ്ഊല്. അപ്പോൾ ഈ രൂപത്തിലാണ് അറബിയിൽ സെന്റൻസ് ഉണ്ടാക്കേണ്ടത്. ഇവിടെ തന്നിട്ടുള്ളത് അൽ ഇബ്നു യദ്ഹബു, കുട്ടി പോകുന്നു. ആദ്യം സബ്ജക്റ്റ് തന്നിട്ടുണ്ട്, പിന്നെ വെർബ് തന്നിട്ടുണ്ട്, ഫിഅല്, ഫായില്, ഫീല് രൂപത്തിലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അറബിയിൽ സെന്റൻസ് ഉണ്ടാക്കുന്ന രൂപം ആദ്യം ഫിഅലും, പിന്നെ ഫായിലും, പിന്നെ മഫൂലും, ആ രൂപത്തിലാണ് ഇവിടെ നമ്മൾ ആ ഒരു ക്രമത്തിലേക്കാണ് ഇവിടെ മാറ്റി എഴുതേണ്ടത്. അപ്പോൾ യദ്ഹബുൽ ഇബ്നു, അതുപോലെ ബാക്കിയുള്ളതും എഴുതണം. അൽ ബിന്തു തദ്ഹബു, പെൺകുട്ടി പോകുന്നു. അപ്പോൾ തദ്ഹബുൽ ബിന്ത്, തദ്ഹബുൽ ബിന്ത്, പെൺകുട്ടി പോകുന്നു. അടുത്തത് അൽ അബു യജ്ലിസു, വാപ്പ ഇരിക്കുന്നു. അപ്പോൾ ആദ്യം അതിന്റെ ഫിഅൽ കൊടുക്കണം, യജ്ലിസു അൽ അബു, യജ്ലിസുൽ അബു. അടുത്തത് അൽ ഉമ്മു തജ്ലിസു, ഉമ്മ ഇരിക്കുന്നു. അപ്പോൾ തജ്ലിസുൽ ഉമ്മു, തജ്ലിസുൽ ഉമ്മു, ആ രൂപത്തിലേക്ക് നമ്മൾ മാറ്റി എഴുതണം. ഇനി അടുത്തത് പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള കുറച്ച് ആയത്തിന്റെ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ള മുലാരി ആയ ഫിഅലിന്റെ താഴെ വര അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തത് പറയുന്നത്. അറഅയ്തല്ലദീ യുകസ്സിബു ബിദ്ദീൻ, ഇവിടെ യുകസ്സിബു, യുകസ്സിബു എന്നുള്ളതാണ് ഈ ആയത്തിലെ മുലാരിയായ ഫിഅല്, യുകസ്സിബു. ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, തസ്ആ എന്നുള്ളത്. യഹ്സബു അന്ന മാലഹു അഖ്ലദ, യഹ്സബു, യഹ്സബു എന്നുള്ളതാണ് മുലാരിയായ ഫിഅല്. യൗമഇദി യസ്ദുറുൻ നാസു, യസ്ദുറു, യസ്ദുറു എന്നുള്ളതാണ് ഇവിടുത്തെ മുലാരിയായ ഫിഅല്. അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ, യഅലമു, യഅലമു എന്നുള്ളതാണ് മുലാരിയായ ഫിഅല്. ജന്നാത്തുൻ തജ്രി, തജ്രി എന്നുള്ളതാണ് ഇവിടുത്തെ മുലാരിയായ ഫിഅല്. അപ്പോൾ ചുരുക്കത്തിൽ മുലാരി ആയ ഫിഅലിനെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പമാർഗം അതിന്റെ തുടക്കത്തിൽ യാഓ അല്ലെങ്കിൽ താഓ ഒക്കെ ഉണ്ടാകും. അങ്ങനെ തുടങ്ങുന്ന ഫിഅലുകൾക്കാണ് മുലാരി ആയ ഫിഅല് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രസന്റിൽ നടക്കുന്നതോ അല്ലെങ്കിൽ ഇനി നടക്കാനുള്ളതോ ഒക്കെ ആയ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മുലാരി ആയ ഫിഅലിനെ നാം ഉപയോഗിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനിയും സംശയമുള്ളവർക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് മറുപടി നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ നൽകി അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.